സ്ക്വയർ പിരമിഡാണ്. ഇത് ഞങ്ങളുടെ സ്കൂളിൽ ടീച്ചേഴ്സ് ഉണ്ടാക്കിയ ഒരു സ്ക്വയർ പിരമിഡ് സ്റ്റിൽ മോഡലാണ്. ഇതെന്ന് പറയുന്നത് പ്രകൃതിയിൽ നമുക്ക് ഗണിത സൗന്ദര്യം ഏറെ ആസ്വദിക്കാനാകും. ചെറിയ കുട്ടികൾ ഈർക്കിലും തേരും ഉപയോഗിച്ച് ഈർക്കിലും വെള്ളക്കയും ഉപയോഗിച്ച് തേരുകൾ ഉണ്ടാക്കാറില്ലേ? അതേപോലെ ചെട്ടികുളങ്ങര അമ്പലത്തിൽ കുംഭഭരണിക്ക് വലിയ തേരുകൾ ഉണ്ടാക്കാറുണ്ട്. ഇതേപോലെ തന്നെ ചെറിയ ആൾക്കാർ മുതൽ വലിയ ആൾക്കാർ വരെ സ്ക്വയർ പിരമിഡിൻ്റെ രൂപത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഈജിപ്തിലെ ഫറോവ രാജാക്കന്മാർ മരണപ്പെടുമ്പോൾ അവരുടെ ഇഷ്ട ആഭരണങ്ങളും സാധനങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് ഒരു പിരമിഡിലാണ് അടക്കുന്നത്. അതിനും ഈ സ്ക്വയർ പിരമിഡിൻ്റെ ആകൃതിയാണ്. ഗാസയിലാണ് ഏറ്റവും വലിയ സ്ക്വയർ പിരമിഡ് സ്ഥിതി ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ലാറ്ററൽ എഡ്ജാണ്, പാർശ്വവക്കാണ്. അതിനെ നമ്മൾ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ബേസ് എഡ്ജാണ്, പാദവക്ക്. അതിന് നമ്മൾ എന്ന് പറയുന്നു. ഇതിൻ്റെ ചെറിയ ഒരു രൂപമാണിത്. ഇതിന് 4 ഐസോസെലസ് ട്രയാങ്കിൾ ആണുള്ളത്. ഒരു ബേസ് എന്ന് പറയുന്നത് സമചതുരമാണ്. ഈ സമചതുരത്തിൻ്റെ സൈഡുകളെല്ലാം എ ആയിട്ട് എടുത്താൽ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അതിവിടെയും ഉണ്ട്. ഇവിടെ നോക്കുക കാണാം. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ ബേസ് നമ്മൾ എ ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ചരിഞ്ഞ സ്ലാൻ ഹൈറ്റ് ആണ്. അതെന്ന് പറയുന്നത് എൽ ആണ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് ഹാഫ് എ എൽ ആണ്. അങ്ങനെ ഈ 4 ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ 4 ഇൻറ്റു ഹാഫ് എ എൽ ആണ്. അപ്പം ഇതിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2AL ആണ്. അതേപോലെ ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എടുക്കുകയാണെങ്കിൽ ഈ 2ALും ഈ ബേസ് ഏരിയയും കൂടെ എന്ന് വെച്ചാൽ 2AL പ്ലസ് എ സ്ക്വയർ ആണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ടോട്ടൽ സർഫസ് ഏരിയ. ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഇതേ ബേസ് ഏരിയയും ഹൈറ്റുമുള്ള ഒരു സ്ക്വയർ പ്രിസം എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇതിൻ്റെ അകം പൊള്ളയാണെങ്കിൽ ഇതിൽ വാരിയിടുന്ന മണലുണ്ടല്ലോ, ഇതിലായിട്ട് 3 വട്ടം മണൽ ആ പ്രിസത്തിൽ വാരിയിട്ടാലേ അതിൻ്റെ വോളിയം ആവുള്ളൂ. അപ്പോൾ ഒരു സ്ക്വയർ പ്രിസമായിട്ട് അഭിനന്ദിച്ച് അതിൻ്റെ 1/3 ആണ് ഈ സ്ക്വയർ പിരമിഡിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഇതിൻ്റെ ചരിഞ്ഞ ഹൈറ്റാണ്, സ്ലാൻ ഹൈറ്റ്. ഇതാണ് ഇതിൻ്റെ എൽ എന്ന് പറയുന്നത്. ഇത് പാർശ്വവക്ക്, അത് ഇ എന്നും പറഞ്ഞ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ഇതിൻ്റെ പാദവക്ക് എ എന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്യുന്നു. ഇതിൽ നമ്മളൊരു ഈർക്കിൽ കുത്തി ഇറക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് നടുക്ക് വന്ന് കുത്തും. അതാണ് ഈ സ്ക്വയർ പിരമിഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ഇതിൻ്റെ സ്ലാൻ ഹൈറ്റും ശരിക്കുള്ള ഹൈറ്റ് ഉണ്ടല്ലോ ആ ഹൈറ്റും ഈ പാദവക്കിൻ്റെ പകുതിയും എടുത്തു കഴിഞ്ഞാൽ L സ്ക്വയർ = H² പ്ലസ് A/2 ആണ്. പിന്നെ ഈ പാർശ്വവക്കുണ്ടല്ലോ ഇതിൻ്റെ ഹൈറ്റ് ഈ ഡയഗണൽ കണ്ടോ, ഈ ചരിഞ്ഞുള്ള വര, ഈ വരയുടെ പകുതി എടുത്തു കഴിഞ്ഞാൽ E² H² പ്ലസ് D/2 ആണ്. പിന്നെയെന്ന് പറയുന്നത് ഇതിൻ്റെ പാർശ്വവക്കും സ്ലാൻ ഹൈറ്റും എയും കൂടെ എടുത്തു കഴിഞ്ഞാൽ E² L² പ്ലസ് A/2 ആണ്. മോള് എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് വ്യക്തമായിട്ടുണ്ട്. ഒരു പിരമിഡിനെ സംബന്ധിച്ച് കംപ്ലീറ്റ് കാര്യങ്ങൾ. അപ്പോൾ മെടുക്കി കുട്ടി.